ചെമ്പനീർ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രവീന്ദ്രൻ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് വരെയായിരുന്നു. ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ കമൻ്റായിട്ടും ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫോൺ വെച്ച ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അമ്മ പറയുന്നത് കേട്ടല്ലോ, ഇവളെ പോലെ ഒരു തങ്കപ്പെട്ട മരുമകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിന്. ഇവള് തങ്കപ്പെട്ടതല്ല എന്നും ഇവളുടെ കയ്യിലിരിപ്പ് എന്താന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയേണ്ടതായിരുന്നു. ഇത്രയും തങ്കപ്പെട്ട പെണ്ണ് നമ്മുടെ മോനെ ഇവിടുന്ന് പറഞ്ഞയച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവരുടെ മനസ്സും അങ്ങ് തകർന്നു പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയല്ലോ, വീട്ടിലേക്ക് വരുന്ന മരുമകളെ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവളെ കണ്ട് പഠിക്കാൻ വേണ്ടി. ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ അവരും അറിയണല്ലോ. ഇവളൊരു പാവാണെന്നുള്ള കാര്യമല്ലേ ഇപ്പോഴും അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയാണ് അച്ഛന് നെഞ്ചുവേദന വന്ന കാര്യം അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ ടെൻഷൻ അടിക്കും. ഓക്കെ, അത് പറഞ്ഞില്ല അതുകൊണ്ട്. പക്ഷേ ശ്രീകാന്ത് പോയ കാര്യങ്ങളെ കുറിച്ച് പറയണ്ടേന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇതെന്താ അത്രയും വലിയ അഭിമാനമുള്ള കാര്യമാണോ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട്? അതല്ല അച്ഛമ്മ അവിടെ നാട്ടില് ഇവന് പെണ്ണ് വരെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ചിയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയുടെ അടുത്ത് എന്തായാലും ശ്രീകാന്ത് പോയ കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പറയണമായിരുന്നു, കാരണം അച്ഛമ്മ അത് അറിഞ്ഞിരിക്കണല്ലോ. ഇത് കേട്ട ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അപ്പോ നിന്റെ ഭാര്യ ചെയ്ത കാര്യങ്ങളും പറയണല്ലോ. ഇത് കേട്ട സച്ചി എല്ലാം കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്, അച്ഛമ്മ അറിയണല്ലോ ആരൊക്കെ എങ്ങനെയുള്ളതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതെല്ലാം കേട്ട് രവി പറയുന്നുണ്ട്, അവിടെ വയസ്സായിട്ടുള്ള അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇവിടെ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുക എന്നുള്ള വിശ്വാസത്തില് ആ സമാധാനം കെടുത്താനാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? അവരുടെ അടുത്ത് എപ്പോഴാ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആരും മുൻകൈ എടുത്തിട്ട് ഇത് പറയാൻ വേണ്ടി പോവാൻ നിൽക്കണ്ട, മനസ്സിലായോ എന്ന് രവി ചോദിക്കുമ്പോൾ എല്ലാവരും തല താത്തി ഇങ്ങനെ നിൽക്കുവാണേ. ചന്ദ്രേ, അമ്മ ഇവർക്ക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പണം അയച്ചിട്ടുണ്ട്, പിന്നെ എന്റെ കയ്യിലും കുറച്ച് പണം ഇരിപ്പുണ്ട്. ഇവരുടെ 4 പേരുടെയും ആദ്യത്തെ ഫെസ്റ്റിവൽ അല്ലേ, അവർക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ചു കൊടുക്കണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അങ്കിളിന് ഓൾറെഡി ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ, അപ്പോ ഇതൊന്നും വേണ്ട. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ എന്റെ മരുമകളെ, അവള് നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ വേണ്ടാന്ന് വെക്കുന്നത് കണ്ടില്ലേ, ഇതാണ് എന്റെ മരുമകള്. എന്നാ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ നമ്മളെ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ, വെറുതെ അവളെ എല്ലാത്തിനും കുറ്റപ്പെടുത്തണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ അതിനെക്കുറിച്ചാണ് ഞാനും പറഞ്ഞു വരുന്നത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അവനെന്തോ ബുദ്ധിമോശം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പിന്നെ അവൻ മാത്രമായിട്ട് ചെയ്തതല്ലല്ലോ, ഇവളെന്തൊക്കെയോ പറഞ്ഞു വിട്ടത് കൊണ്ട് അവനും ഇറങ്ങിപ്പോയതാണ്. ഇവളെ നമ്മൾ തിരിച്ച് വീട്ടിൽ കയറ്റിയില്ലേ. ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ മകനാണ്, അവനും കല്യാണമായി, അവനും ഇതാണല്ലോ ആദ്യത്തെ ഫെസ്റ്റിവല്. ശ്രീകാന്തിനെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും സച്ചി അങ്ങ് ചൂടാവാണ് കേട്ടോ. എന്താ പറഞ്ഞത്? അവനെ തിരിച്ചു വിളിക്കാന്നോ? എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത വന്നോ നിങ്ങളുടെ മനസ്സില്? അവൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ കാല് ഞാൻ വെട്ടും. എടാ, അവൻ നിന്റെ അനിയനാന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ അങ്ങനെ ഒരുത്തിനുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു. അവന്റെ അടുത്ത് ഞാൻ കെഞ്ചി പറഞ്ഞതാണ്, ഇത് വേണ്ടടാ, ഈ വീട്ടിലേക്ക് നമ്മുടെ ആ പെണ്ണ് ശരിയാവില്ല എന്നുള്ള കാര്യമൊക്കെ. അവൻ എന്റെ വാക്ക് കേൾക്ക പോലും ചെയ്തില്ല. അവനെ ആരതി എടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാനാണോ പരിപാടി? അവൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ തല തന്നെ അവന്റെ കഴുത്തിന് മുകളിലുണ്ടാവില്ല, തല ഞാൻ വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സുധിയുടെ മനസ്സിലെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വലിയ വീട്ടിലെ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, അവൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മര്യാദ പോവല്ലോ, എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറഞ്ഞത് ശരി തന്നെയാണ്, അവൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ സച്ചി പോയോടത്തുനിന്ന് തിരിഞ്ഞു നോക്കാണ് കേട്ടോ, സുധി തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇത് കേട്ട ചന്ദ്രമതി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? ശ്രീകാന്ത് അപമാനപ്പെടുത്തിയിട്ടല്ലേ പോയത്, പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ? അതൊന്നും വേണ്ട അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ എന്ത് ചെയ്യാനാടാ? മറ്റുള്ളവരുടെ സംസാരം കേട്ടിട്ടാണ് അവൻ ഓരോന്നും ചെയ്യുന്നത്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എല്ലാവരോടും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്, എന്റെ അച്ഛനെ നാണം കെടുത്തിയ ആർക്കും ഈ വീട്ടില് ബഹുമാനോ അംഗീകാരമോ ഒന്നും കിട്ടില്ല. തുടർന്ന് രവി പറയുന്നുണ്ട്, അതൊക്കെ വിടടാ, എന്തിനാ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ചന്ദ്രേ, അവൻ അവന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എന്തിനാ അവനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഈ സംസാരം ഇതോടുകൂടി വിട്ടേക്ക്. സച്ചി, നീ രേവതിയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വിടട്ടെ, വാ പോവാ എന്നുള്ള രീതിയിൽ അവളെ കൊണ്ടുപോയിട്ട് വീട്ടിൽ തിരികെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ. രവി എന്താ പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ്, എടാ നിക്കടാ, ഈ ന്യൂ ഇയറിന് നീയും അവളും കൂടി അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വാ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തിനു പോകണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതാണ് നാട്ടു നടപ്പ്.
പിന്നെ വലിയ നാട്ടു നടപ്പ് അവളെ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് പോരേന്ന് ചോദിക്കുകയാണേ ചന്ദ്രമതി. നീയൊന്നും മിണ്ടാതിരിക്കോ ചന്ദ്രേ. സച്ചി, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. അതൊന്നും വേണ്ട അച്ഛ. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ പോയിട്ട് ആഘോഷിക്കുന്നത്? ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മയുണ്ടല്ലോ. നിങ്ങൾ നാളെ പോകാനുള്ള വഴി നോക്ക്. അച്ഛ, അതൊന്നും വേണ്ട. അങ്ങനെ ഒന്നും ആഘോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. പറയുന്ന കേൾക്കച്ച എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും അങ്ങോട്ട് ലക്ഷ്മി രേവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടേ. രേവതി കണ്ട ഉടനെ തന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ. പക്ഷേ രവി ലക്ഷ്മിയെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്? ചന്ദ്രേ, വീട്ടിൽ വരുന്നവരുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇവളുടെ മകള് കാരണമല്ലേ നമ്മൾ കുടുംബത്തോടെ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കാൻ കാരണം? ഇങ്ങനെ ഒരുത്തിയെ വളർത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലേ നടന്നത്? ഇവളുടെ അടുത്ത് നിങ്ങളാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്റെ മോനെ ഒളിച്ചോടി പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാനന്ന് നാട്ടിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നുണ്ടേ. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ എന്റെ കറക്റ്റ് ആ ദിവസം തന്നെ നിങ്ങൾ നാട്ടിലില്ലാണ്ട് പോയത്? അല്ല മോളെ, ഞാൻ അന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വന്ന് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. രേവതി, നീ പോയിട്ടൊരു പാത്രം എടുത്തിട്ട് വാ എന്ന് പറയുകയാണേ. തുടർന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോനെ, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. ഞാൻ നന്നായിട്ട് ഇരിക്കുന്നു അമ്മയെന്ന് പറയുകയാണെ സച്ചി മറുപടിയായിട്ട്. ഇരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും പറയുന്നുണ്ട്. പക്ഷേ അവിടെ തൊട്ടടുത്ത് ചന്ദ്രമതി ഇങ്ങനെ കണ്ണുരുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ലക്ഷ്മി അവിടെ ഇരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, രവേട്ടന് ഇപ്പോൾ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല, ഇനി കുഴപ്പമൊന്നും വരില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മനസ്സാണ്, അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മകള് കാരണം എല്ലാവർക്കും വന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒരു പ്ലേറ്റിനകത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന കണ്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ട കൂറ പഴങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ലേ ചന്ദ്രേ? അങ്ങനെ ആ താലം എടുത്തിട്ട് രവീന്ദ്രനും ചന്ദ്രമതിക്കും നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ചന്ദ്രമതി മടിച്ചു നിൽക്കാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. എണീറ്റ് വാങ്ങാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ ചന്ദ്രമതി അത് മേടിച്ചിങ്ങാണ്ട് അവിടെ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുമ്പോൾ ലക്ഷ്മി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സച്ചിയുടെ അടുത്ത് പറയായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ച്. ആണോ, ഒരുപാട് സന്തോഷമുണ്ട് സച്ചി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നത്, ഇല്ല അമ്മേ, എനിക്ക് വരാൻ വേണ്ടി പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട്. സ്വന്തം കാറാണെങ്കിൽ കുഴപ്പമില്ല, അത് പോയല്ലോ. പിന്നെ വാടകക്കാരല്ലേ, വാടക കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട് കേട്ടോ, ഒരു ദിവസമല്ലേടാ, പോയിട്ട് വാ, അവര് വരും, ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം ലക്ഷ്മി എന്ന് പറയാണ്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പം വന്നല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതെ, ഞാൻ കടയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി, ഞാൻ പോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് വീർപ്പിച്ച് പോലെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് നിങ്ങളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ അല്ലേ, നിങ്ങൾ ഇയാളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത്. മലേഷ്യയിലല്ലേ വീട്? അത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പരിങ്ങി കളിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ അവളുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അതുകൊണ്ടല്ല, അവള് നാട്ടിലേക്ക് പോകുന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക എന്ന് കരുതിയിട്ടാണ്. അവൾ അങ്ങോട്ടൊന്നും വരില്ല എന്ന് പറയണം കേട്ടോ ചന്ദ്രമതി മുഖത്തടിച്ചതുപോലെ. അപ്പോഴേക്കും ശ്രുതിക്കൊരു ഐഡിയ തോന്നുകയാണ്. ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അത് നല്ലൊരു ഐഡിയ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്ത് ഇവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല, നമുക്ക് മലേഷ്യക്ക് പോകുന്നത്. ഇവളുടെ വീട്ടിലേക്ക് പോവല്ലേ, നമുക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട്, അതെ, ഇപ്പം നിന്റെ അച്ഛൻ നന്നായിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വാ. അത് അല്ല ആൻറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ഇവളുടെ ഈ പരിങ്ങലതൊക്കെ കണ്ടിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഇവന്റെ പോലെ ഒന്നും വരില്ല എന്നൊന്നും പറയില്ല. എന്റെ അച്ഛൻ നിന്നെ വിളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ജോലി തിരക്കായിരിക്കുമല്ലോ, നമുക്ക് പോയിട്ട് വരാം. അതൊന്നുമല്ല, അത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിങ്ങാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ചന്ദ്രമതി, അതൊക്കെ സമയമാകുമ്പോൾ പോവാടാ. ഇപ്പോ ഇതൊക്കെ എന്തിനാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും ലക്ഷ്മി ഇരുന്നോടന്ന് അങ്ങ് എണീക്കുകയാണ് കേട്ടോ. രവിയേട്ടാ, ഞാൻ പോവാണ്, പോയിട്ട് വരാം മോളെ. സച്ചി, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മിയുടെ പുറകെ തന്നെ രേവതി യാത്രയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ സങ്കടപ്പെട്ട് റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്രമതി അതിന്റെ പുറകെ പോവാണ്. അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് രവി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, നാളെ അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ള കാര്യം. വേണ്ട അച്ഛാ, എനിക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞല്ലോ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാ എന്നുള്ള കാര്യം. എന്താ നീ എന്റെ വാക്ക് കേൾക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അച്ഛാ പോവാന്ന് പറയാണ് കേട്ടോ ഗതികെട്ട് സച്ചി. അങ്ങനെ ശ്രുതിക്കരികിലേക്ക് ചെന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, നീ അവളുടെ സംസാരം കേട്ടിട്ട് ടെൻഷൻ ആവണ്ട എന്നുള്ള കാര്യം. അവളുടെ മകളെ വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്താൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാ ഇടപെടാൻ നിൽക്കുന്നത്? ഇവൾമാരൊക്കെ ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രുതി പറഞ്ഞത് ന്യായമല്ലേ, അതുകൊണ്ട് നീയും ശ്രുതിയും കൂടി ചേർന്നിട്ട് മലേഷ്യക്ക് പോയിട്ട് വാ. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, എന്റെ അച്ഛനൊരു ട്രിപ്പ് പോയി എന്നുള്ള കാര്യം ആന്റി ഞാൻ പറഞ്ഞതല്ലേ, അവരിതുവരെ മലേഷ്യയിൽ തിരിച്ചെത്തിയിട്ടില്ല, എപ്പോഴാ വരിക എന്നുള്ള കാര്യം അറിയില്ല.
അത് ശരിയാണ്. എന്തായാലും ഈ ഫെസ്റ്റിവലിന് നിന്റെ അച്ഛൻ എന്തായാലും വിളിക്കാണ്ടിരിക്കില്ല. ആ സമയത്ത് നീ എനിക്ക് തരണം ഫോണ്, ഞാനും സംസാരിക്കാം. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇനിയും ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ല. അവര് ഫോൺ വിളിക്കുന്ന സമയത്ത് എനിക്കും കൂടി തരണം കേട്ടോ മോളെ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ആന്റി എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതി അവിടുന്ന് പോവാണേ. തുടർന്ന് കാണിക്കുന്നത് രേവതി സച്ചിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി സച്ചി ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് വന്നത് മുതൽ ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല, ഒന്നും മിണ്ടാതെയാണല്ലോ വന്നത്, സംസാരിച്ചാൽ മാത്രമേ വണ്ടി ഓടുള്ളൂ, കൈയും കാലും കൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോ സച്ചേട്ടന്റെ ഈ മുഖം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വരണോ? നിന്റെ അടുത്താരെ എന്റെ മുഖത്ത് നോക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? നീ കണ്ണടച്ച് വന്നോ? അത് ശരിയാണ്, ഞാൻ കണ്ണു മൂടിയിട്ട് വന്നോളാം, പക്ഷെ നിങ്ങൾ കണ്ണു മൂടരുത്. നീ ഇങ്ങനെ സംസാരിച്ച് വരാണ്ടിരുന്നാ മതി, നീ മിണ്ടാതിരുന്നാ മതി. അവിടെ ഇങ്ങനെ അടി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഞാനെന്താ അത്ര ഇഷ്ടത്തോടു കൂടിയിട്ടാണോ നിന്റെ അടുത്തേക്ക് വരുന്നതെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, വണ്ടി തിരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനെന്താ ഡ്രൈവറാണോ നീ പറയുന്ന സമയത്ത് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട്? അതെ, നിങ്ങൾ കാർ ഡ്രൈവർ അല്ലേ? ഞാൻ പറഞ്ഞതേ നിനക്കിപ്പം ഞാൻ ഡ്രൈവറല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. എന്തോ അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോരുന്നു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൂടായിരുന്നോ കൂടിയിട്ട് പോകാൻ വയ്യ എന്നുള്ള കാര്യം? ഇപ്പോ നീ ചെയ്ത പണിക്ക് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. 2 സ്റ്റണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഇനി 4 സ്റ്റണ്ട് വെക്കണം എന്നാണോ നീ പറയുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയാണല്ലോ എന്നെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്നത്. പായടച്ചിട്ട് മിണ്ടാതെ എന്റെ കൂടെ വാ. അങ്ങനെ കാർ ഒരു ഡ്രസ്സിന്റെ കടയുടെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ് കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ നിനക്ക് സാരി മേടിക്കാൻ വേണ്ടിയിട്ട് തന്ന പൈസയാണ് ഇത്, അച്ഛമ്മ അയച്ചു തന്നത്. നീ പോയിട്ട് സാരി എടുത്തിട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ പണം കൊടുക്കുന്നുണ്ട്. ഓ, അപ്പൊ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണല്ലേ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത്? പിന്നെ അല്ലാതെ അച്ഛൻ പറഞ്ഞു ചെയ്താലേ പറ്റുള്ളൂ. അച്ഛൻ എന്താ പറഞ്ഞത്? കാശ് തന്നിട്ട് എന്റെ അടുത്ത് തനിയെ പോയി മേടിക്കാനാണോ? നിങ്ങളടുത്ത് എന്നെ കൂട്ടി വന്നിട്ടല്ലേ മേടിച്ചു തരാൻ പറഞ്ഞത്? പറ, അങ്ങനെയല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ പോയി കൂട്ടിയിട്ട് മേടിച്ചിട്ട് വരാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. നീ 1000 സാരികളൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത് വരെ എനിക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയിട്ട് എനിക്കൊരു സാരി എടുത്ത് തന്നാൽ മതി. അതെ, നീ വീട്ടിൽ ചെയ്ത് പണിക്ക് നിനക്ക് ഞാനൊരു 10 ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് തരണം. നീ തന്നെ പോയിട്ട് എടുത്തിട്ട് വാ പോ എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തിട്ട് വീണ്ടും പറഞ്ഞുവിടാൻ ശ്രമിക്കാണ് കേട്ടോ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറയട്ടെ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടുക എന്നുള്ള കാര്യം. അച്ഛൻ സമാധാനമായിട്ട് അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കാവും. അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ, വന്ന് തൊലയ്ക്കുക എന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് സച്ചിയും പോവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സാരി സെക്ഷൻ്റെ അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ സാരി എടുക്കാനൊന്നും സച്ചി കൂടുന്നില്ല കേട്ടോ. മാറി നിൽക്കുമ്പോൾ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, വന്ന് നോക്കുക എന്ന് പറയുമ്പോൾ നിനക്കല്ലേ സാരി എടുക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് നീ തന്നെ നോക്കി സെലക്ട് ചെയ്യുമെന്ന് പറയുകയാണെ. അങ്ങനെ സച്ചി വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചെന്നിട്ട് സാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാരി എടുത്ത് കൊടുക്കുന്നത് ഒരു ആണുങ്ങളാണ് കേട്ടോ. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മേഡം നന്നായിട്ട് ചേരും, ഇത് വേണ്ടെന്ന് രേവതി പറയുമ്പോൾ വേണ്ടാലേ വേറെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വേറെ സാരി എടുത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ മാഡം, ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ പോലെ ഉണ്ടാവും, മാഡം വെച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് സാരി ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ സാരി എന്റെ കയ്യിൽ കളർ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് വേറെ സാരി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ കാണിക്കാം മാഡം. അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് പെട്ടെന്ന് നോക്കി എടുക്കുക എന്നുള്ള കാര്യം. അങ്ങനെ അടുത്ത സാരി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഒരു പടത്തില് സിനിമാ നടി ഉടുത്ത സാരിയാണ് മാഡം, ഇത് ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാ നടിയെ പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അതും ഷോൾഡറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും രേവതി വേണ്ടാന്ന് പറയുമ്പോൾ ഇത് നോക്കി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് വേറെ സാരി. ഈ കളർ സൂപ്പർ ആയിട്ടുണ്ട്, മാഡത്തിന് പക്ക ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അത് മാറ്റി പിന്നെ വേറെ സാരി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒക്കെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അയാള്. സച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറെയൊക്കെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരു രക്ഷയില്ലാണ്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അയാള് സാരി ഇങ്ങനെ ഷോൾഡറിൽ വെച്ചു കൊടുത്തതിന് ശേഷം രേവതി ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവാണ്. അത് കഴിഞ്ഞ് അയാൾ അവസാനം പറയുന്നുണ്ട്, മാഡം ഇതിലുള്ളതിൽ ഏറ്റവും നല്ല കളറാന്ന് പറഞ്ഞിട്ട് അടുത്ത സാരി വെച്ച് കൊടുക്കുകയാണേ. ഇത് വെച്ച് നോക്ക് മാഡം എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടുണ്ടോന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മുടെ രേവതി ചോദിക്കാൻ കേട്ടോ. അത് സച്ചിയെ ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രേവതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, ഇത് മാഡം സൂപ്പർ ആയിട്ടുണ്ട്, ഇത് മാഡത്തിന് നല്ല ഭംഗിയുണ്ട്, മാഡം സിനിമ നടിയെ പോലെ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ സാരിയാണോ എടുത്തു കൊടുക്കുന്നത് അതോ സിനിമ നടിയുടെ സിനിമയാണോ എടുത്തോണ്ടിരിക്കുന്നത്? നീ എന്തിനാ ഇത്രയും സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് രേവതി പറയുമ്പോൾ നീ എന്താ ഈ കടയിലെ മൊത്തം എടുത്തിട്ട് ഇവിടെ താഴെ ഇടാൻ വേണ്ടി പറയോ? എന്നിട്ട് അവിടെ ഇട്ട് വെച്ചിരിക്കുന്ന സാരിനകത്ത് നിന്ന് ഒന്ന് എടുത്തിട്ട് ഇത് നന്നായിട്ടില്ലേ, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പൊ ആ കടയിലുള്ള ആൾ പറയുന്നുണ്ട് കേട്ടോ, സാർ ആ സാരിയേക്കാൾ നല്ലത് ഇതായിരിക്കും, ഇത് കണ്ടുകഴിഞ്ഞാൽ മാഡത്തിനെ കാണാൻ ശരിക്കും
കീർത്തി സുരേഷിനെ പോലെ ഉണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ കെട്ടിയൊക്കെ എടുത്തു കൊടുത്താൽ മതി എന്ന് പറയുകയാണ് സച്ചി. ഇവൾക്ക് ഇത് മതി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ഇഷ്ടാവുമല്ലോ, കാരണം സച്ചി സെലക്ട് ചെയ്ത് കൊടുത്തതല്ലേ. പിന്നെന്താ ബില്ല് എടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് നിക്ക് അപ്പോൾ സച്ചിയേട്ടന് ഡ്രസ്സ് എടുക്കണ്ടേ, നിനക്ക് മാത്രമാണ് അച്ഛൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ സച്ചിയേട്ടൻ എന്താ പഴയ ഡ്രസ്സാണോ എടുക്കാൻ വേണ്ടി പോകുന്നത്, ഇത് പാക്ക് ചെയ്തോളൂ. പിന്നെ ഷർട്ടൊക്കെ എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മേലെ ഉണ്ട്. സാറിന് നല്ല ജയസൂര്യെ പോലത്തെ ഡ്രസ്സൊക്കെ എടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് ഇവനെന്താ സിനിമാ ഭ്രാന്തനാണോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്തെടുത്തോളാം, നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. നിന്നെ ആ ഭാഗത്ത് കണ്ടുവരുതെന്ന് പറയുമ്പോൾ ചുമ്മാ ഇരിക്കും സച്ചിയേട്ടാ, ഒന്നും തെറ്റായിട്ട് എടുക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചിയുടെ പുറകെ ചെല്ലുന്നത് നമ്മുടെ രേവതി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ രേവതി ഇങ്ങനെ ചിരിച്ചിങ്ങനെ സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. നീ എന്താ പല്ലും കാണിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, എന്താ നിനക്ക് പല്ലുവേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്താ അപ്പോൾ എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവോ, പറയുന്നത് കേട്ടില്ലേ, ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ചിരിച്ചു വരുന്നത്. അതെ നിനക്ക് പിന്നെ എപ്പോഴും സന്തോഷമല്ലേ, നീ കാരണം മറ്റുള്ളവർക്കാണല്ലോ പ്രശ്നം. ഞാൻ ഇച്ചിരി സന്തോഷപ്പെടുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കില്ലേ, അതിന് മാത്രം എന്ത് സന്തോഷമാണ് നിനക്ക്, സാരി മേടിച്ചതിനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ലേഡീസിന് സാരിയിലും മേലെ വേറെ എന്ത് കാര്യമുള്ളത്, അതെ സാരി മേടിച്ചതിനുള്ള സന്തോഷമൊന്നും അല്ല ഞാൻ, എനിക്ക് എന്താ കൊടുക്കാൻ വേറെ സാരി ഇല്ലേ, പിന്നെ എന്താന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ തുണിക്കടയിൽ ഒരു പുരുഷനെ പോലെ നിങ്ങൾ നടന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ മാത്രമാണോ ഞാൻ പുരുഷനായിട്ട് നടന്നത്, അല്ലെങ്കിൽ ഞാൻ പുരുഷനല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മറ്റൊരു പുരുഷൻ എന്റെ മേല് സാരി എടുത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ, അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഞാൻ കണ്ടതാണ്, നിങ്ങളുടെ മുഖം മുളക് പൊടി തെച്ചതുപോലെ അങ്ങ് ചുമന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയതാവും. ചുമ്മാ ഓരോന്ന് പറയണ്ട, ദേഷ്യം വന്നത് കൊണ്ടല്ലേ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടത്, നീ ഒന്ന് ചുമ്മാതിരിക്കും സമയം പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മളെന്താ വല്ല പരീക്ഷയ്ക്ക് മറ്റാണോ പോകുന്നത്, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്, നിങ്ങൾ അതുകൊണ്ടൊന്നുമല്ല ദേഷ്യപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ദേഷ്യം വന്നത്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് അതെനിക്കറിയാം. അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്